ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USSുമായി ബന്ധപ്പെട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് കേരള പാഠാവലിയാണ്. അപ്പോൾ കേരള പാഠാവലി അല്ലെങ്കിൽ മലയാളം ഫസ്റ്റ് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് അടിസ്ഥാന പാഠാവലി അല്ലെങ്കിൽ മലയാളം സെക്കൻഡ് മുതൽ കണ്ടു തുടങ്ങിയാൽ മതി. ആദ്യത്തെ ചോദ്യം, ധൂമപടലം എന്ന പദം ശരിയായി വിഗ്രഹിച്ചാൽ. ധൂമവും പടലവും, ധൂമത്തിൻ്റെ പടലം, ധൂമമാകുന്ന പടലം, ധൂമത്തിലെ പടലം. ഉത്തരം ബി, ധൂമത്തിൻ്റെ പടലം. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് ഇന്ദുലേഖ, പാട്ടബാക്കി, വാസനാവികൃതി, മലയവിലാസം. ഉത്തരം വാസനാവികൃതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആകുലം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? സന്തോഷത്തോടു കൂടിയത്, കുലത്തോടു കൂടിയത്, പൂങ്കുലയോട് കൂടിയത്, ദുഃഖത്തോടു കൂടിയത്. ഉത്തരം ദുഃഖത്തോടു കൂടിയത്. 4. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഈ പഴഞ്ചൊല്ലിൽ തെളിയുന്ന സാമൂഹികാവസ്ഥ എന്ത്? കാക്കയും കൊക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കറുപ്പ് നിറമുള്ളവരോടുള്ള അവജ്ഞ, കറുത്ത മനുഷ്യരോടുള്ള പരിഗണന, ശുചിത്വശീലങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത അവസ്ഥ. ആൻസർ ശുചിത്വശീലങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത അവസ്ഥ. 5. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. പ്രശസ്തമായ ഈ കാവ്യഭാഗ്യം ആരുടെ കൃതിയിൽ ഉൾപ്പെട്ടതാണ്? ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, P ഭാസ്കരൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആറാമത്തെ ചോദ്യം, അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ചന്തപ്പാട്ട്, തെരുവുപാട്ട്, കുമ്മാട്ടിപ്പാട്ട്, പരസ്യം. ഉത്തരം പരസ്യം. 7. ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയ സാഹിത്യകാരൻ? കോവിലൻ, SK പൊറ്റക്കാട്, OV വിജയൻ, M മുകുന്ദൻ. ആൻസർ SK പൊറ്റക്കാട്. 8. താഴെ പറയുന്നവയിൽ ആത്മകഥ അല്ലാത്ത കൃതി ഏത്? കഴിഞ്ഞ കാലം, പരൽമീൻ നീന്തുന്ന പാടം, അഗ്നിച്ചിറകുകൾ, കണ്ണീരിൻ്റെ പുഞ്ചിരി. ഉത്തരം കണ്ണീരിൻ്റെ പുഞ്ചിരി. 9. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് സൂചിപ്പിക്കുന്നു? കാക്കകളെ, പക്ഷി വളർത്തലിനെ, മാതൃസ്നേഹത്തെ. ഇതൊന്നുമല്ല. ഉത്തരം മാതൃസ്നേഹത്തെ. 10. ആക്ഷേപ സാഹിത്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തിയ മലയാള കവി? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കുഞ്ചൻ നമ്പ്യാർ, G ശങ്കരക്കുറുപ്പ്, കുമാരനാശാൻ. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. 11. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കഥകളി, കൃഷ്ണനാട്ടം, കൂടിയാട്ടം, ആട്ടക്കഥ. ആൻസർ ആട്ടക്കഥ. 12ാമത്തെ ചോദ്യം, മയിൽപ്പീലിക്കണ്ണ് എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥമെന്ത്? മയിൽപ്പീലി കൊണ്ടുള്ള കണ്ണ്, മയിൽപ്പീലിയും കണ്ണും, മയിൽപ്പീലിയിലെ കണ്ണ്, മയിൽപ്പീലിയാകുന്ന കണ്ണ്. ഉത്തരം മയിൽപ്പീലിയിലെ കണ്ണ്. 13. ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന ചെറുകഥ അതേ പേരിൽ ടെലിഫിലിമാക്കിയിട്ടുണ്ട്. സംവിധായകൻ ആരെ? ഷാജി N കരുൺ, ഫാസിൽ, സിദ്ധാർത്ഥ് ശിവ, TV ചന്ദ്രൻ. ഷാജി N കരുൺ. 14. തകഴി ശിവശങ്കര പിള്ളയുടേതല്ലാത്ത കൃതി ഏത്? കയർ, ചെമ്മീൻ, ഏണിപ്പടികൾ, ഉമ്മാച്ചു. ആൻസർ ഉമ്മാച്ചു. 15. തെറ്റായി പിരിച്ചെഴുതിയ പദം ഏത്? നിരന്തരം പ്ലസ് ആയ നിരന്തരമായ, സമീപത്ത് പ്ലസ് ഉള്ള സമീപത്തുള്ള, കാണുക പ്ലസ് ഇല്ല കാണുകയില്ല, വേനൽ പ്ലസ് കാലം വേനൽക്കാലം. ഉത്തരം സി, കാണുക പ്ലസ് ഇല്ല കാണുകയില്ല. അടുത്തത് മലയാളം സെക്കൻഡാണ്. 16ാമത്തെ ചോദ്യം, ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി? കയർ, ഓടക്കുഴൽ, ഉമാകേരളം, ഒരു ദേശത്തിൻ്റെ കഥ. ഉത്തരം G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ. 17. മനോഹരമായ നൃത്തം കണ്ട് ആളുകൾ മതിമറന്നു നിന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സമയം മറന്നുപോയി, പരസ്പരം നോക്കി നിന്നു, സ്ഥലം മറന്നുപോയി, നൃത്തഭംഗിയിൽ ലയിച്ചു നിന്നു. ഉത്തരം നൃത്തഭംഗിയിൽ ലയിച്ചു നിന്നു. 18. സിനിമയുടെ സാഹിത്യരൂപത്തിനെ പറയുന്ന പേരെന്താണ്? തിരക്കഥ, ആട്ടക്കഥ, നാടകം, കാർട്ടൂൺ. ഉത്തരം തിരക്കഥ. 19. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതല്ലാത്ത കഥാപാത്ര ജോഡി ഏത്?
അഹമ്മദ് കുട്ടി മായൻ, അബ്ദുൽ ഖാദർ മുഹമ്മദ്, റാഷിദ് വൃദ്ധൻ, ഐഷുക്കുട്ടി ആസിയാമ്മ. ഉത്തരം അഹമ്മദ് കുട്ടി മായൻ. 20. ഒരു കർമ്മണി പ്രയോഗമാണ്. വിദ്യാർത്ഥി പഠിക്കുന്നു. രാമൻ പശുവിനെ അടിച്ചു. മാൻ വേടനാൽ കൊല്ലപ്പെട്ടു. രവി പേന കൊണ്ട് എഴുതി. ഉത്തരം മാൻ വേടനാൽ കൊല്ലപ്പെട്ടു. അടുത്ത ചോദ്യം. സത്യാഗ്രഹം വിഗ്രഹിക്കുമ്പോൾ. സത്യത്തോടുള്ള ആഗ്രഹം, സത്യത്തിൽ അധിഷ്ഠിതമായ ഗ്രഹം, സത്യത്തിൻ്റെ ഗ്രഹം, അസത്യത്തോടുള്ള ഗ്രഹം. ഉത്തരം സത്യത്തോടുള്ള ആഗ്രഹം. 22. തെയ്യം എന്ന കലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാടൻ കലയാണ് തെയ്യം. തെയ്യം കലയുടെ സാഹിത്യ രൂപമാണ് തോറ്റം. സ്റ്റേജിൽ നാടകം പോലെ അവതരിപ്പിക്കുന്ന കലയാണ് തെയ്യം. തെയ്യം കലയിൽ ചെണ്ട പ്രധാന വാദ്യമാണ്. ഇതിൻ്റെ ഉത്തരം സി ആണ്. സ്റ്റേജിൽ നാടകം പോലെ അവതരിപ്പിക്കുന്ന കലയാണ് തെയ്യം. 23. താഴെ നൽകിയിരിക്കുന്നവയിൽ ONV കുറുപ്പിൻ്റേതല്ലാത്ത കൃതി ഏത്? അമ്പലമണി, വെറുതെ, ഭൂമിക്ക് ഒരു ചരമഗീതം, തോന്നിയാക്ഷരങ്ങൾ. ഉത്തരം അമ്പലമണി. അമ്പലമണി സുഗതകുമാരിയുടേതാണ്. 24. നിശബ്ദമായി എന്ന പദം പിരിച്ചെഴുതിയാൽ. ഉത്തരം സി. നിശബ്ദം പ്ലസ് ആയി. 25. പ്രതിനിധിയുടെ സാന്നിധ്യം എന്ന പ്രയോഗത്തിൻ്റെ ഒറ്റപ്പദം എഴുതുക. പ്രാതിനിധ്യം, പ്രാധാന്യം, പ്രതിനിധി, പ്രഗത്ഭൻ. ഉത്തരം പ്രാതിനിധ്യം. 26. ചോദ്യം. ലാഘവം എന്ന പദത്തിൻ്റെ എതിർപദം. കഠിനം, ഗൗരവം, ദുഷ്കരം, അസാധ്യം. ഉത്തരം ഗൗരവം. താഴെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥയെത്ര പഴകി, പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു, കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്നഗ്നി. 27. ഇത് ഏത് കവിതയുടെ ഭാഗമാണ്? ഭൂമി, സൂര്യഗീതം, സ്നേഹമെന്ന ഭാരം, ഭൂമിക്കൊരു ചരമഗീതം. ഉത്തരം ഭൂമിക്കൊരു ചരമഗീതം. 28. മേൽ സൂചിപ്പിച്ച കവിതയിൽ കൊടും ചൂടിനെ കുറിക്കുന്ന വരി ഏതാണ്? ആറുകൾ ഒഴുക്കു തിരയുന്നു, കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു, രോഷമുണരുന്നു, ആവണികൾ കുഞ്ഞു പൂവ് തിരയുന്നു, ചക്രങ്ങൾ ചാലിലുറയുന്നു. ഉത്തരം ബി. കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു, രോഷമുണരുന്നു. 29. ആറുകൾ ഒഴുക്കു തിരയുന്നു എന്ന സൂചന കുറിക്കുന്നതെന്ത്? ആറിൽ മീനുണ്ട്, ജലക്ഷാമം, ജലസമൃദ്ധി, നദിയിൽ ഒഴുക്കുണ്ടാകുന്നു. ഉത്തരം ജലക്ഷാമം. 30. ഏത് വിപത്തിനെ കുറിച്ചാണ് കവി പാടുന്നത്? വനനശീകരണം, യവന തരുണൻ്റെ ജനനിയെ പരിണയിച്ചതിനെക്കുറിച്ച്, സൂര്യാഘാതം, ഭൂമിയിൽ മണ്ണ് മാന്തിയും മലകളിടിച്ചും കാട് നശിപ്പിച്ചും മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന വിപത്തിനെ. ഉത്തരം ഡി. ഭൂമിയിൽ മണ്ണ് മാന്തിയും മലകളിടിച്ചും കാട് നശിപ്പിച്ചും മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന വിപത്തിനെ. അടുത്ത നമുക്ക് അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് നോക്കാം. 16. വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകം. സൂര്യപ്രകാശം, വായു, ജലം, താപനില. ഉത്തരം സൂര്യപ്രകാശം. 17. സുതാര്യമായ ഒരു ഗ്ലാസ് നമുക്ക് കാണാൻ കഴിയുന്നതിന് കാരണം. എ. ഗ്ലാസ് അതിൽ വീഴുന്ന പ്രകാശത്തെ പൂർണ്ണമായും പ്രതിപദിപ്പിക്കുന്നു. ഗ്ലാസ് അതിൽ വീഴുന്ന പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരംശം പ്രതിപദിപ്പിക്കുന്നു. ഗ്ലാസ് പ്രകാശത്തെ പൂർണ്ണമായും ആഗിരണം ചെയ്യുന്നു. ഗ്ലാസിന് കനമുള്ളതിനാൽ. ഉത്തരം ബി. ഗ്ലാസ് അതിൽ വീഴുന്ന പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരംശം പ്രതിപദിപ്പിക്കുന്നു. 18. മൈക്രോസ്കോപ്പിൽ സ്ലൈഡിലേക്ക് ആവശ്യമായ പ്രകാശം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഉത്തരം കോൺകേവ് മിറർ. 19. ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടായി എങ്കിൽ പ്രവർത്തിച്ച ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്.
ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. 20. മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ കൃഷിയിടങ്ങളിൽ ചേർക്കുന്നത്. യൂറിയ, പൊട്ടാഷ്, ജൈവവളങ്ങൾ, കുമ്മായം. ഉത്തരം കുമ്മായം. 21. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി. ഉത്തരം പരോട്ടിഡ്സ്. 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. വൈദ്യുത ചാലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങൾ അല്ല. എല്ലാ ലോഹങ്ങളുടെയും വൈദ്യുത ചാലകത തുല്യമാണ്. ഉത്തരം എ ആണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. 23. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. മുല്ലപ്പെരിയാർ, ചെറുതോണി, ഇടുക്കി, കുളമാവ്. ഉത്തരം ഇടുക്കി. 24. ഫോസിൽ ഇന്ധനങ്ങളിൽ പെടാത്തത്. പെട്രോളിയം, കൽക്കരി, ബയോഗ്യാസ്, പ്രകൃതിവാതകം. ഉത്തരം ബയോഗ്യാസ്. 25. ഒരു വാതക ഇന്ധനം ഏത്? ബയോഡീസൽ, ഏവിയേഷൻ ഫ്യൂവൽ, അസറ്റിലിൻ, ഓക്സിജൻ. ഉത്തരം അസറ്റിലിൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഓസോൺ, നൈട്രജൻ, മീഥൈൻ, ജലബാഷ്പം. ഉത്തരം നൈട്രജൻ. 27. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. ആൻസർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 28. ദൂരെയുള്ള വസ്തുക്കളെ വളരെ അടുത്തും വ്യക്തതയോടെയും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ടെലിഗ്രാഫ്, ടെലിസ്കോപ്പ്, പെരിസ്കോപ്പ്, എൻഡോസ്കോപ്പ്. ആൻസർ ടെലിസ്കോപ്പ്. 29. ത്വക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി. മണ്ണിര, മത്സ്യം, പാറ്റ, മനുഷ്യൻ. ഉത്തരം മണ്ണിര. 30. ചാലനം, സംവഹനം, വികിരണം എന്നീ 3 മാർഗങ്ങളിലുമുള്ള താപപ്രേഷണം തടയുന്ന ഉപകരണം. തെർമോഫ്ലാസ്ക്, കാസ്ട്രോള്, ഐസ് പെട്ടി, ചൂടാറാപ്പെട്ടി. ഉത്തരം തെർമോഫ്ലാസ്ക്. 31. ചാലനത്തെ ബാധിക്കാത്ത ഘടകം. താപവ്യത്യാസം, സമയം, താപചാലകത, വസ്തുവിൻ്റെ കനം. ഉത്തരം വസ്തുവിൻ്റെ കനം. 32. റെഫ്രിജറേറ്ററിൽ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ കാരണം. റെഫ്രിജറേറ്ററിൽ വായു കടക്കാത്തതുകൊണ്ട്, തണുപ്പായതുകൊണ്ട്, താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട്, വാതകം നിറച്ചതിനാൽ. ഉത്തരം സി ആണ്. താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. രസബാരോമീറ്റർ കണ്ടുപിടിച്ചത്. പാസ്കൽ, ഗലീലിയോ, ടോറിസെല്ലി, ബർണോളി. ഉത്തരം പാസ്കൽ. 34. ഭൗമദിനം എന്നാണ്? ജൂൺ 5, ഏപ്രിൽ 22, ഡിസംബർ 5, ഏപ്രിൽ 21. ഉത്തരം ഏപ്രിൽ 22. 35. മഞ്ഞ നിറം ലഭിക്കുന്നതിന് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? എരിത്രോസിൻ, ടാർട്രസിൻ, കാർമോയിസിൻ, ഇൻഡിഗോ കാർമൈൻ. ആൻസർ ടാർട്രസിൻ. അടുത്ത ഭാഗം സോഷ്യൽ സയൻസ് ആണ്. ആദ്യത്തെ ചോദ്യം. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന രാജ്യം. ജർമ്മനി, ഇംഗ്ലണ്ട്, ഇന്ത്യ, ഇറ്റലി. ആൻസർ ഇറ്റലി. 37. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? പുകയില പോർച്ചുഗീസ്, പപ്പായ അറബികൾ, അച്ചടിയന്ത്രം പോർച്ചുഗീസ്, കോഴിക്കോട് സാമൂതിരി. ആൻസർ പപ്പായ അറബികൾ. 38. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി, കോട്ടയം, കോഴിക്കോട്, കണ്ണൂര്. ഉത്തരം മാനന്തവാടി. 39. വേദങ്ങളിലേക്ക് മടങ്ങുക. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, ഗുരുനാനാക്ക്, ശ്രീ ശ്രീ രവിശങ്കർ. ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. 40. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 1947, 1948, 1950, 1952. ആൻസർ 1950. 41.
ഭൂപടത്തിൽ മഞ്ഞ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റോഡുകൾ, പാർപ്പിടങ്ങൾ, മരങ്ങൾ, കൃഷിയിടങ്ങൾ. ഉത്തരം കൃഷിയിടങ്ങൾ. 42. ലോകത്തിലെ ഏറ്റവും വലിയ നദി? നൈൽ, ആമസോൺ, ഹയാങ്ഹോ, ഗംഗ. ആമസോൺ. 43. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ പൽപ്പു, സ്വാമി വിവേകാനന്ദൻ, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു. ഉത്തരം ശ്രീനാരായണ ഗുരു. 44. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ വക്താക്കൾ ആരെല്ലാം? ഷൗക്കത്ത് അലി, ഷമീർ അലി, അലി സഹോദരന്മാർ, ഷക്കീർ അലി. ഉത്തരം അലി സഹോദരന്മാർ. 45. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? സുപ്രീം കോടതി, ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി. ഉത്തരം മജിസ്ട്രേറ്റ് കോടതി. 46. ഇന്ത്യയിൽ കടൽ തീരം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം, ഗുജറാത്ത്, തമിഴ്നാട്, ഗോവ. ഉത്തരം ഗുജറാത്ത്. 47. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏത്? കേരളം, ഗോവ, പശ്ചിമ ബംഗാൾ, ത്രിപുര. ഉത്തരം പശ്ചിമ ബംഗാൾ. 48. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകൾ പരിശോധിക്കുക. വെങ്ങാനൂരിൽ ജനനം, അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു, പൊതുവഴിയിൽ വില്ലുവണ്ടിയിലൂടെ യാത്ര ചെയ്തു. ആരാണ് ഈ മഹാൻ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി. ഉത്തരം അയ്യങ്കാളി. 49. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം? ഓസ്ട്രേലിയ, ബ്രസീൽ, ബ്രിട്ടൻ, ഇന്ത്യ. ഉത്തരം ബ്രിട്ടൻ. 50. 2022 അടുത്ത ഫിഫ ലോകകപ്പ് നടക്കുന്നത് എവിടെ വെച്ച്? USA, മെക്സിക്കോ, ഖത്തർ, കാനഡ. ഉത്തരം ഖത്തർ. 51. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, കേരളം, ഹരിയാന. ഉത്തരം ബീഹാർ. 52. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1957, 1856, 1857, 1957. ഉത്തരം 1857. 53. ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം? ജൂൺ 25, ജൂൺ 26, ജൂലൈ 25, ജൂലൈ 26. ഉത്തരം ജൂൺ 26. 54. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കുടുംബം, വായനശാലകൾ, വിദ്യാലയം, വ്യക്തി. ഉത്തരം വ്യക്തി. 55. അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ നദികളിൽ കടലിൽ പതിക്കാത്ത നദി ഏതാണ്? മണ്ഡോവി, ഹൂഗ്ലി, ലൂണി, സരയൂ. ഉത്തരം ലൂണി. ഈ വീഡിയോയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്സും ഇംഗ്ലീഷും മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തതുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ഇതിനു മുമ്പ് USSുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്